ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ടെൻസ് വ്ലോഗ് ബൈ അബി ആൻഡ് ഗ്രീഷ്മ. മിറാഷ് മൂവി ഞാൻ ഓൾറെഡി മിറാഷിനെ പറ്റി ഗൂഗിളിൽ റിസർച്ച് ചെയ്തപ്പോ അല്ലെങ്കിൽ സെർച്ച് ചെയ്തപ്പോ വേറൊരു ലാംഗ്വേജുള്ള മൂവിയാണ് കണ്ടത്. ആ മൂവി ഞാൻ കണ്ടത് വേറെ മോഡലുള്ളൊരു പടമാണ്. അപ്പൊ ആ പടം വെച്ച് ഈ പടത്തിനെ കമ്പയർ ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. ഫസ്റ്റ് ഓഫ് ഓൾ അത് പറഞ്ഞുകൊണ്ട് നമ്മൾ റിവ്യൂ തുടങ്ങാണ്. ആ പടം വേറെ മൂഡ്, ഈ പടം വേറെ മൂഡാണ്. ഈ പടത്തിലും കുറെ ട്വിസ്റ്റ്, ടേൺസ്, സസ്പെൻസ് എല്ലാം ഉണ്ട്. ഒരു ത്രില്ലർ മൂവി തന്നെയാണ്. ജിത്തു ജോസഫ് ആണ് ഡയറക്ടർ, ആസിഫ് അലി, അപർണ ബാലമുരളി. അപ്പൊ അത് പറയണെങ്കിൽ നമ്മള് ഇന്ന് ഷോക്ക് പോയപ്പം തിയേറ്ററിൽ തൊട്ട് നമ്മുടെ ബാക്കിൽ തന്നെ അപർണ ബാലമുരളി ഉണ്ടായിരുന്നു ഫിലിമിന് ആക്ട്രസ്. ആ പടത്തില് ആക്ട്രസ് ആയിട്ടാണ് ഞങ്ങൾ പടം കണ്ടതെന്ന് വേണമെങ്കിൽ പറയാം. പടം ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഫുൾ ട്വിസ്റ്റ് ആൻഡ് ടേൺസ്. പടം തുടങ്ങി ലാസ്റ്റ് തീരണത് വരെയും ക്ലൈമാക്സ് സീൻ വരെയും കുറെ ട്വിസ്റ്റുകളാണ്. പക്ഷെ പോസിറ്റീവ്സ് നെഗറ്റീവ്സ് പറഞ്ഞാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ്സിന് പെർഫോമൻസ് പോസിറ്റീവ് ആണ്. എല്ലാരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു നല്ല സ്റ്റോറി ലൈൻ ഉണ്ട്, കുറെ ട്വിസ്റ്റുകൾ വരുന്നുണ്ട്, കുറെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ എന്തൊക്കെ ഇരുന്നാലും അതെ, ഈ ഒരു 2.5 hours സിനിമ നന്നായിട്ട് ലാഗ് ചെയ്തിട്ടാ പോണത്. ആ ഒരു കുറച്ചേരം ലാഗ് അടിപ്പിക്കും, അതിനുശേഷം ഒരു ട്വിസ്റ്റ് വരും, പിന്നെ കുറച്ചേരം ലാഗ് അടിപ്പിക്കും, നെക്സ്റ്റ് ട്വിസ്റ്റ് വരും. അതേപോലെയാണ് പോണത്. ട്വിസ്റ്റുകൾ കാര്യങ്ങളുണ്ട്, പക്ഷെ നമ്മൾ ഭയങ്കരമായിട്ട് ബോറടിപ്പിക്കുക അങ്ങനത്തെ ഇതെന്നല്ല പറയണം. എന്നാലും ഭയങ്കരമായിട്ട് ലാഗ് ചെയ്യുന്നുണ്ട് ഫിലിം. ഒരു പരിധി വരെയൊക്കെ നമ്മ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെയൊക്കെയാണ് പടം പോണത്. പക്ഷെ അതിലുപരി വേറെ ട്വിസ്റ്റുകളൊക്കെ വരും. അതെ, അത് പോണ അനുസരിച്ച് ആ ട്വിസ്റ്റ് വരുമ്പോ നമ്മ പിന്നെ അത് കണക്ട് ചെയ്ത് പോകണം. പിന്നെ ആ സ്റ്റോറി ഇന്നതിലായി എന്നുള്ളത് മനസ്സിലാക്കി അതിൽ പോയിക്കൊണ്ടിരിക്കുമ്പോ നെക്സ്റ്റ് ട്വിസ്റ്റ് വരും. അപ്പൊ നമ്മള് പിന്നെയും ആ സ്റ്റോറിയുടെ ആ ലൈൻ കുറച്ച് മാറി വേറെയായി, പിന്നെ നെക്സ്റ്റ് ട്വിസ്റ്റ് വരുമ്പോ വേറെയാവും. ആ ഒരു രീതിയിലാണ് ഫിലിം പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു സെക്കൻഡ് അല്ലെങ്കിൽ 2 സെക്കൻഡ് ഒക്കെ നമ്മ സ്ക്രീനിൽ നിന്ന് കണ്ണുമാറ്റി കഴിഞ്ഞ് ഒരു സീൻ മിസ് ആയി കഴിഞ്ഞാൽ ചിലപ്പോ പടത്തിന്റെ മൊത്തം അതാണ് ഇപ്പൊ ഞങ്ങൾക്ക് പറ്റിയത്. അമ്മയും എന്റെ ബ്രദറും ഉണ്ടായിരുന്നു കാണാൻ. ഇപ്പൊ വന്നിരുന്നിട്ട് അമ്മ അതാണ് ചോദിച്ചോണ്ടിരുന്നത്. അപ്പൊ അതെങ്ങനെ ഇങ്ങനെയായി, ഇതെങ്ങനെ അവൻ അറിഞ്ഞു, അങ്ങനെയുള്ള കുറെ ചോദ്യങ്ങളൊക്കെ ആയിരുന്നു. അതായത് നമ്മള് ഫുൾ കോൺസെൻട്രേഷനിൽ ഇരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫ്ലോയിലേക്ക് എത്താൻ പറ്റില്ല. അല്ലെങ്കിൽ ആ ട്വിസ്റ്റ് കഴിയുമ്പോ എന്താണ് അങ്ങനെ ആയതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റില്ല. ഫുൾ സ്റ്റോറി നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ടാണ് അത് ഇത് എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നത്. ഒന്നും പറയാൻ പറ്റില്ല പടത്തിന്. അതായത് ആ കഥനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റില്ല. അത് പ്യൂർലി സ്പോയിലറായി പോകും എന്നുള്ളതുകൊണ്ടിട്ടാണ് ഞാൻ പറയാത്തത്. എന്തായാലും കിണ്ണൻ എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ലൊരു മൂവി എക്സ്പീരിയൻസ് ആയിരിക്കും. എന്തുകൊണ്ടും ഒരു ജിത്തു ജോസഫ് പടം തന്നെ പറയാം. പക്ഷെ നമ്മ ഒരിക്കലും ജിത്തു ജോസഫിന് വേറെ പടം വെച്ചൊന്നും കമ്പയർ ചെയ്യാൻ തോന്നുന്നില്ല. ബട്ട് സ്റ്റിൽ കിണ്ണൻ പടം, കിണ്ണൻ എക്സ്പീരിയൻസ്, കുറെ ഡിസ്റ്റർബൻസ് ഉണ്ട്. പടത്തിന് പോകാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സ്ക്രീനിൽ നിന്ന് കണ്ടെടുക്കാണ്ട് പടം കണ്ടുപിടിക്കുക. ഒരു ചെറിയ സീനൊക്കെ മിസ്സായി കഴിഞ്ഞാലും നമുക്ക് കഥനായിട്ടുള്ള കണക്ഷൻ മിസ്സാവും. അപ്പൊ അത്രേ ഉള്ളൂ. മിറാഷ് മൂവി, ഡു വാച്ച് മിറാഷ് മൂവി ഇൻ തിയേറ്റേഴ്സ്. അതല്ലുള്ളൂ. അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നമ്മുടെ ചാനലിൽ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. ഇനിയും കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ ഹെൽപ്പ് ചെയ്യുക. ബൈ.